ലിച്ചു സ്റ്റാറോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി, അവരുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് കൂടിയാണ്. എപ്പോഴാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നമുക്കിവിടെ ആദ്യം തന്നെ ലഭിച്ചിരിക്കുന്നത് ഹൈറോഫന്റ് ആണ്. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഡിഫറെന്റ് റിലീജിയൻ ആവാനോ അല്ലെങ്കിൽ ഡിഫറെന്റ് കാസ്റ്റ്, അത്തരത്തിലുള്ള ഡിഫറൻസ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം വളരെയധികം റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരം എന്താണോ ആ ഒരു നിങ്ങളുടെ ആ ഒരു റിലീജിയൻ അതിൽ വളരെയധികം വിശ്വസിക്കുന്ന അത്തരത്തിൽ ഉള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരുപക്ഷെ ഒരു ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രെയിനർ ആയിരിക്കാം. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രെയിനിങ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തി ആവാനുള്ള സാധ്യതയുണ്ട്. അല്ല എങ്കിൽ ഈ വ്യക്തി അതായത് ഒരുതരം മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വ്യക്തി ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ ഒരു പ്രൊജക്റ്റിലൊക്കെ ഒരു ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തി, ഒരു ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആവാനുള്ളൊരു സാധ്യത, ബിസിനസ് മാനൊക്കെ ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് റിലീജിയസ് ആയിട്ട് നിങ്ങൾ തമ്മിൽ വളരെയധികം ഡിഫറൻസ് നമുക്കിവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വ്യക്തി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിന് നിങ്ങളോട് ശ്രമിക്കുന്നുണ്ട് എന്നാണ്, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് കമ്മിറ്റ്മെന്റ് ആണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അത് കൃത്യമായിട്ട് മാരേജ് പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതില് നിങ്ങളുടെ ഫാമിലിയുടെ, അതുപോലെ ഫ്രണ്ട്സിന്റെ, സുഹൃത്തുക്കളുടെ എല്ലാം ഒരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അതിലേക്ക് ഒരു തുടക്കം കുറിക്കാനാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ ഈ വ്യക്തി തീരുമാനിച്ചിട്ടുള്ളതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഉടനെ തന്നെ തീരുമാനിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു പേജ് ഓഫ് കപ്സ് ആണ് വരുന്നത്. അതായത് ഈ ഒരു വ്യക്തി വളരെയധികം ഒരു ലവോട് കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ ഒരു വളരെയധികം ലവ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതാണ്, ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ മുൻപ് ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണോ കണ്ടുകൊണ്ടിരുന്നത് അതിനൊരു മാറ്റം വന്നിട്ടുള്ളതായിട്ടും, വേറൊരു പെർസ്പെക്റ്റീവില് ഈ ഒരു വ്യക്തി കാര്യങ്ങൾ നോക്കി കാണുന്നതായിട്ടും, അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഇത്തരത്തിലൊരു ചേഞ്ച് വരുന്നതായിട്ടൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ നിങ്ങൾ ഒന്ന് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു അവസരമാണ് വരാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഒന്നിച്ച് നിങ്ങളുടെ ലൈഫ് പ്ലാൻ ചെയ്യാനും, ലൈഫില് നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നിച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെ നിങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം ഒരു തകർന്ന അവസ്ഥയിലായിരുന്നിരിക്കണം ഈ റീസെന്റ് ആയിട്ട് അല്ലെങ്കിൽ റീസെന്റ് പാസ്റ്റില്. അപ്പോൾ ഈ ഒരു വ്യക്തി അതൊരു പക്ഷേ അധികവും ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ടുപോയിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബേസ് തന്നെ ആയിരിക്കാം. എന്ത് തന്നെ ആയാലും ഈ ഒരു വ്യക്തി വളരെയധികം തകർന്ന ഒരു അവസ്ഥയിലായിരുന്ന ഒരു വ്യക്തിയാണ്. വളരെയധികം ബാക്ക് സ്റ്റാബിങ് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. വിശ്വസിച്ചിട്ടുള്ള ആളുകള് ചതിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ അതിൽ നിന്നും വളരെയധികം വേദന അനുഭവിച്ച ഒരു വ്യക്തിയാണ്. എങ്കിലും ശുഭപ്രതീക്ഷയോടുകൂടി വ്യക്തി അത് റിക്കവർ ചെയ്ത് വന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു അനുഭവം കൊണ്ട് തന്നെ കുറച്ച് കാലങ്ങളോളം ഈ ഒരു വ്യക്തി മറ്റൊന്നും ചെയ്യാൻ പറ്റാതെ ഒരു കെട്ടപ്പെട്ട പോലെ, ഒരു ജയിലിനകത്ത് ആയതുപോലുള്ള ഒരു അവസ്ഥയിലൂടെ
പോയിട്ടുണ്ടാവാം. അപ്പോ ആരെയും വിശ്വസിക്കാൻ കഴിയാതെ തന്റെ ഒരുപാട് പേര് ചതിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ചതി അനുഭവിച്ചത് കൊണ്ട് തന്നെ ആരെയും വിശ്വസിക്കാൻ കഴിയാതെ സ്വയം അങ്ങനെ ഒറ്റപ്പെട്ട് മാറി നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരെയും വളരെ ഫിയറോടുകൂടി കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം ഒരു ചേഞ്ച് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. വളരെയധികം മാറ്റം, ഫിനാൻഷ്യലി വളരെയധികം ചേഞ്ച് ഈ ഒരു വ്യക്തിക്ക് വന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അത് ആ വ്യക്തിയുടെ വളരെ ബേസിക് ലെവൽ മുതൽ തന്നെ, അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് തുടങ്ങുന്നത് പോലെ ആ വ്യക്തി തുടങ്ങിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ആ തകർച്ചയിൽ നിന്നും ഈ വ്യക്തി ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അതുപോലെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളും ഒന്നിച്ച് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഈ വ്യക്തിക്ക് ആ വ്യക്തിയുടെ അനുഭവങ്ങൾ കൊണ്ട് തന്നെയായിരിക്കാം ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ആ ഒരു പവർ ഈ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഇന്നർ വോയിസ് ആ വ്യക്തിക്ക് കൃത്യമായിട്ട് ലഭിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ആ ഒരു ജസ്റ്റിസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ജസ്റ്റിസ് കിട്ടുമെന്ന് വിശ്വസിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ മുന്നോട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ ഒരു ക്യൂൻ ഓഫ് പെന്റക്കിൾസ് എനർജിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് വളരെയധികം ഫിനാൻഷ്യലി ഈ ഒരു വ്യക്തി ആ തകർച്ചയിൽ നിന്നും മുന്നോട്ട് കയറി വന്നിട്ടുണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോടും വളരെയധികം സ്നേഹം, കെയർ ഇതെല്ലാം ആ വ്യക്തിയിൽ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്യാനും വളരെ എംപതറ്റിക് ആയിട്ട് കാണാനും അതുപോലെ തന്നെ വളരെ കെയറിങ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു മാരേജ് കാർഡാണ്. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റിന് ഈ വ്യക്തി ഉടനെ തന്നെ ശ്രമിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ വന്നിട്ടുള്ളതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. ആർക്കൊക്കെയാണ് ഇത് കൂടുതൽ റെസനേറ്റ് ആവുന്നത് എന്ന് നോക്കാം. ക്ലൂസ് നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ഈ എനർജി നിങ്ങൾ ചെക്ക് ചെയ്യുക. ഈ എനർജി നിങ്ങളുടെ പേഴ്സന്റെ ആണ് എങ്കിൽ ഈ റീഡിംഗ് നിങ്ങളുടെ തന്നെയാണ്. ഓക്കെ, ലെറ്റർ ഐ പുണർദം നക്ഷത്രം, ലെറ്റർ എഫ്, ലെറ്റർ സെഡ് ഓഗസ്റ്റ് മന്ത്, ലെറ്റർ ജെ ഉത്രാടം നക്ഷത്രം, ഭരണി നക്ഷത്രം, ലെറ്റർ കെ ഡിസംബർ മന്ത്, ലെറ്റർ ഡബ്ല്യു അശ്വതി നക്ഷത്രം, നമ്പർ 14, നമ്പർ 2 പാലക്കാട് ഡിസ്ട്രിക്ട്, ലെറ്റർ എ. ഇത്രയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു റീഡിങ്ങിൽ പോസിറ്റീവ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അടുത്ത റീഡിങ്ങിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക.